കേരള സർക്കാരിനെ പ്രശംസിച്ച മാർ ജോസഫ് പാംബ്ലാനി കർഷക സംഘടനകൾ പറഞ്ഞ പല കാര്യവും സർക്കാർ അംഗീകരിച്ചു. കേരള സർക്കാർ പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമം സന്തോഷം നൽകുന്ന കാര്യം. മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ടെന്നും ബിഷപ്പ്. കർഷക സംഘടനയായ ഇൻഫാമിന്റെ സമ്മേളനത്തിലായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം. കർഷക പ്രസ്ഥാനങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും കേരള സർക്കാർ ഈ അടുത്ത കാലത്ത് പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷവും നന്ദിയുമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങളുടെ സന്തോഷം തീർച്ചയായും അത് നല്ല കാര്യം. അത് നടപ്പിലാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പക്ഷേ കാരണം അത് കേന്ദ്ര സർക്കാരിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. പക്ഷേ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം എന്തുമാകട്ടെ, ഇവിടുത്തെ കർഷകരെ ദ്രോഹിക്കാതിരിക്കാനുള്ള ഉത്തരവ് ഈ വനപാലകർക്ക് കൊടുക്കാൻ സാധിക്കും. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ, കർഷകർക്കൊപ്പം നിൽക്കുന്ന സർക്കാരിനെ പ്രശംസിക്കുകയാണ് മാർ ജോസഫ് പാംബ്ലാനി. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ബിഷപ്പ് പറയുന്നത്? ഇൻഫാം കർഷക സംഘടനയായിട്ടുള്ള ഇൻഫാമിന്റെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെക്ഷനിൽ സംസാരിക്കുമ്പോഴാണ് മാർ ജോസഫ് പാംബ്ലാനി സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് സഭയുടെ നിലപാട് വ്യക്തമാക്കിയത്. നമുക്കറിയാം, വന്യജീവികൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി കർഷക സംഘടനകൾ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞിടയിൽ വനസംരക്ഷണ നിയമം പാസാക്കിയത്. ഒപ്പം ഇത് കർഷകർക്ക് അനുകൂലമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രസംഗത്തിൽ സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് മാർ ജോസഫ് പാംബ്ലാനി നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വളരെ പ്രശംസനീയമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് നന്ദിയുണ്ടെന്നും സർക്കാരിനോട് കടപ്പാടുണ്ടായെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. വിനിഷ.